ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ അടിസ്ഥാനമാക്കി അവൻ്റെ ഭാവിയെ വിലയിരുത്തരുത്. കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. തുടക്കത്തിലെ അടുപ്പം കണ്ട് ആരെയും പ്രിയപ്പെട്ടവനാക്കരുത്. തുടക്കത്തിൽ എല്ലാത്തിനും കൗതുകം തോന്നുന്ന ഒരു പിഞ്ചു മനസ്സാണ് മനുഷ്യൻ്റെ. നീ ചിരിക്കുക, കാരണം നിന്റെ ദുഃഖം നിനക്ക് മാത്രമേ ദുഃഖമായിട്ടുള്ളൂ. കേൾക്കുന്നവർക്ക് അതെന്നും ഒരു കെട്ടുകഥകളായിരിക്കും. ഓരോ അനുഭവങ്ങളും നമുക്കൊരു തിരിച്ചറിവാണ്. എങ്ങനെയാവണം, എങ്ങനെയാവരുത് എന്നുള്ളൊരു തിരിച്ചറിവ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യത്തെയും ധർമ്മത്തെയും കൈവിടാതിരിക്കുക. പ്രതികൂല സാഹചര്യത്തിൽ നിരാശനാവാതിരിക്കുക. അഭിനയം കൊണ്ട് വഞ്ചന നിറയ്ക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരുടെ വേദനകളെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അങ്ങനെയുള്ളവരുടെ മുന്നിൽ ചാടാതിരിക്കുക. അവർക്കൊക്കെ നമ്മൾ വെറും ഒരു കഥാപാത്രങ്ങളായിരിക്കും. ക്ഷമിക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും വിഡ്ഢികളാണെന്ന് കരുതരുത്. കാരണം അവർ ചിലതൊക്കെ നേടാനായി നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിന്റെ ജീവിതം ആരാണ് സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. പരാജയം എന്നത് ഒരു കുറ്റമല്ല, എന്നാൽ അതിൽ നിന്നും ഒരു പാഠവും പഠിക്കാത്തത് ഒരു കുറ്റം തന്നെയാണ്. ഒരാൾ ഏറ്റവും ഭംഗിയുള്ളവരാകുന്നത് എപ്പോഴാണെന്നറിയാമോ? സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അതിലൂടെ ഇതുവരെ ഉണ്ടാവാത്ത ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങൾക്ക് കൈവരും. അങ്ങനെ നിങ്ങൾ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ളവരായിത്തീരും. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം ചിന്തിച്ചു നോക്കുക. ഇല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് പലതും നഷ്ടമായേക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായ ഒരു ദുഃഖത്തിൽ തന്നെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ കഷ്ടപ്പാട് തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര വലിയ പ്രതിസന്ധി വന്നാലും മനഃശക്തി കൈവിടാതിരിക്കുക. കാരണം പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ നമ്മെ തളർത്തുന്നത് മനസ്സിൻ്റെ ശക്തിയില്ലായ്മയാണ്. നമ്മുടെ മനസ്സിനെ എന്തിനേയും താങ്ങാനുള്ള ശക്തി നമ്മൾ നേടിയെടുക്കണം. എന്നാലേ നമുക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ മണ്ടന്മാരാണ്. അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയവരാണ് ബുദ്ധിമാന്മാർ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടിയൊന്ന് ജീവിച്ചു തുടങ്ങിയാലോ നമ്മൾ എല്ലായിടത്തും മോശക്കാരായിരിക്കും. ജീവിതത്തെ ഒരിക്കലും ചെറുതായി കാണരുത്. ജീവിതം എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയൊരു പുസ്തകം തന്നെയാണ്.